അച്ഛാ ഞാൻ എത്ര കാലായി പറയണ ഒരു നല്ല ഫുട്ബോൾ കളിച്ചത്. എടാ ഈ മഴക്കാലത്ത് ആരാ ഫുട്ബോൾ കളിക്കുന്നു? അല്ലെങ്കിൽ ക്യാരം ബോർഡ് കളിച്ചാ അകത്തിരുന്ന് കളിച്ചോളാം. നീ മിണ്ടാണ്ടിരുന്ന അവിടെ. അച്ഛൻ്റെ കാലത്തൊക്കെ എങ്ങനത്തെ കളിയാന്നറിയാം നമുക്ക്? എന്തുട്ടാ? നമ്മുടെ ഓലില്ലേ, ഓല, തെങ്ങിന്റെ ഓല. തെങ്ങിന്റെ ഓല ഇങ്ങോട്ട് എടുത്തിട്ട് അതിങ്ങനെ മടഞ്ഞ് 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 ഒരു പന്താക്കി ഇങ്ങോട്ട് മാറ്റും. ആ പന്തോണ്ടാണ് കളി. അറിയാം? പൊട്ടല്ല, കേടലൊക്കെ ചെയ്യും. കേടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കും, നല്ലത് പുതിയത് ഉണ്ടാക്കും. അങ്ങനെയാണ്. പിന്നെ ആ തെങ്ങിന്റെ ഓലോണ്ട് തന്നെ ഈ കാറ്റൊക്കെ ഉള്ള സമയത്ത് പമ്പരം ഉണ്ടാക്കും. ഇത് കുട്ടികൾ മുഴുവനെ ഈ പമ്പരം ഉണ്ടാക്കിയിട്ട് ആ പമ്പരം ഇങ്ങനെ ഓടുക ചെയ്യുക. പമ്പരം കൊണ്ട് ഇനിയിപ്പോൾ ഓടണം കോട അല്ലെങ്കിൽ നിന്നിങ്ങനെ തിരിച്ചാലും പമ്പരം ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുക. ഇതൊക്കെ ഓലോണ്ടുള്ള ഐറ്റംസ് ഇട്ടാ. ഇനി തെങ്ങിൻ്റെ പട്ടങ്ങൾ വെട്ടിയിട്ടിട്ട് അതിൻ്റെ ആ മൂടുകൾ വെട്ടി അതിന് 2 കൊമ്പും കോലങ്ങൾ വെച്ചിട്ട് ആണ് കളിച്ചു കഴിഞ്ഞാൽ അതൊരു കാള. അപ്പം കാളകളി. ഇതൊക്കെയാണ് കളികൾ കുട്ടികൾ കളിക്കേണ്ടത്. അല്ലാണ്ട് ഈ ഫുട്ബോളിൻ്റെ പിന്നാലെ പോയിട്ട് കയ്യും കാലം ഓടിക്കലെല്ലാം ഉണ്ട്. നിങ്ങൾ ഇതുവരെ പോയില്ലേ? എവിടേക്ക്? കറി വെക്കാൻ ഇവിടെ ഒന്നും ഇരിപ്പില്ലാന്ന്. കറി വെക്കാൻ ഇവിടെ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? എടി കറി വെക്കാൻ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു വെള്ളം വെച്ചാ പോരെ? ആ ഉള്ളിയൊക്കെ പാടെ കുത്തി ചായച്ചിട്ട് ഒരു വെള്ളം ഉണ്ടായിക്കോ. അതിന്റെ കറിയാ? അതൊരു കറി. ഏട്ടാ നിങ്ങൾ ഒന്ന് പുറത്തേക്ക് പോയി വല്ല മീൻ കിട്ടുമോ നോക്ക. മീനോ? പിന്നെ എന്തിനാ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ദിവസേന മീൻകറി വെച്ച് കൊടുക്കാൻ നിൽക്കുന്നത്? അയ്യോ ഞങ്ങൾ മീൻകറി കഴിച്ച് അങ്ങ് മടുത്തു അല്ലേ അച്ചു? ഒരു കാര്യം ചെയ്തോ, ഇന്ന് രസം ഉണ്ടായിക്കോ. എന്റെ ഏട്ടാ ഇന്നലെ രസമായിരുന്നില്ലേ? രസം വേണ്ടട്ടാ, ഞാൻ രസം കുടിച്ചു കുടിച്ച് മൂത്രം വരെ രസാണ്. തൃപ്തിയായില്ലേ? ഒന്ന് പോയി എന്തെങ്കിലും വാങ്ങിട്ട് വാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഒരു ഇത്തിരി പരിപ്പും ഒരു 4 ഉള്ളിയും ഒക്കെ പാടട്ടാണ്ട് വേവിച്ചിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഉഗ്രം കറിയായില്ലേ? എന്ത് കറിയാ? അതല്ലേ പരിപ്പ് കറി. അതിന് പരിപ്പ് വേണ്ടേ? അപ്പൊ പരിപ്പും ഇല്ലേ? ആകെ എങ്ങാണ്ട് ഇത്തിരി പരിപ്പിരിപ്പുണ്ട്. ഇത്തിരി പരിപ്പുണ്ടല്ലോ, അത് മതി. ഇതൊരു കാര്യം ചെയ്യും, ആ ഇത്തിരി പരിപ്പ് അടുപ്പത്തിട്ടാണ് വേവിക്കും. അപ്പോഴേക്ക് ഞാനൊരു കാര്യം ചെയ്യാം, എവിടെയും പോയിട്ട് ലേശം മുരിങ്ങയില പൊട്ടിച്ചിട്ട് വരാം. മുരിങ്ങയിലയും പരിപ്പും നല്ല കറിയല്ലേ? നല്ല മുരിങ്ങ കറി ഉണ്ടാക്കാലോ, കുട്ടികളൊക്കെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. എന്നാന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ട് വന്നാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. മനുഷ്യ ഒരു കാര്യമില്ല, ഒരു സാധനം വാങ്ങിച്ചു തരും. ഓരത് പറയണേ, വെറുതെ ഒരു കാര്യമില്ലുണ്ട്. എൻ്റെ ഒരു 100-200 ഉറുപ്പ്യ പോക്കറ്റിലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ മീൻ വാങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെ 2 അടിക്കണത്? മീൻ വേണ്ടല്ലോ, ഒന്ന് നമുക്ക് മുരിങ്ങ മതി. ദരൈമാമ എവിടെ? ആണോ? ഒരു മിനിറ്റ്. അയ്യോ, അളിയാ ആളിയാ എന്നെ എന്നാ അളിயாது ஞாயிற்றுக்கிழமை தானே வല്ല பூரியோ தோசை செய்யாம ഈ പഴഞ്ചോറ് മറ്റും ചെയ്തു വെച്ചിരിക്കെ? പഴഞ്ചോറ് നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. ഉടമ്പ് ഇരിക്കണമല്ല, സാപ്പിടാമ என்ன பண்றது? ഞാൻ കൂട്ടെ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. നിങ്ങളുടെ തമിഴ്നാട്ടിൽ മുരിങ്ങയ്ക്കൊക്കെ എന്താ വില? മുരിങ്ങക്കായ ரொம்ப നല്ല വില, ചില ടൈമിൽ 100 രൂപയിലാവും. അതെ, വെറുതെ ചോദിച്ചാണ്. മുരിങ്ങക്കായ വേണമാ? മുരിങ്ങക്കായ വേണ്ട, മുരിങ്ങ ഇല വേണം. മുരിങ്ങ ഇലക്കൊന്നും അങ്ക വിലയില്ല, അത് ഓസിക്ക് കിടக்கிறല്ല. அங்க கீரை தான் சாப்பிடும் நிறைய. கீரையா? அதான் கீரைனா இங்க சீரை, எங்க ஊர்ல கீரைன்னு தான் சொல்லும். அங்க சாம்பார் கீரை, புளிங்கீரை, சொகப்பு கீரை, வெள்ளைக்கீரை, இப்படி ஒருபடி கீரை இருக்குது. അതെയോ? அதுதான் காசு கொடுத்து வாங்கி சாப்பிடும். പക്ഷെ മുരിങ്ങയില അത് ഗംഭീരാണ്. அது ஓசிக்கு கிடைக்கிறது தானே, அதனால மலையாளிக்கு நிறைய சாப்பிடும். காசு கொடுத்து தான். അത് ശരീരത്തിന് നല്ലതാണ്, നല്ല സ്ട്രോങ് ആയിരിക്കും ശരീരം. അത് சொல்ற ഒന്നുമില്ല, ഇന്നിപ്പോ കറി വെക്കാൻ വേറെ സാധനങ്ങളൊന്നും ഇല്ലേ? அதுக்கு അല്ല, അതുകൊണ്ട് നമുക്ക് മുരിങ്ങക്കറി വെച്ചാലോ ആലോചിക്കാണ്. ஞாயிற்றுக்கிழமை മുരിങ്ങക്കറി വെക്കരുതാ? എന്തായാലും കുഴപ്പം. കമ്മനൊരു വേറെ ഏതാവത് കറി വെച്ചാൽ പോതും. വേറെ ഒന്നും ഇല്ലെന്ന് ഇവിടെ. അതല്ലേ നീ ഒരു കാര്യം ചെയ്യും, കയറിയിട്ട് ലേശം മുരിങ്ങ പൊട്ടിച്ച. നാണ് മുരിങ്ങ മരത്ത് കയറി മുരിങ്ങ പറിക്കരുത്. അതിനെത്താണ് അളിയ? நான் உங்க அழிய இங்க வந்த ஆளு, எனக்கு நீங்க விடுறதுக்கு நான் வேலை செய்யறதா? പിന്നെ മുരിങ്ങ മരത്തിലൊന്നും ഏറെ മുടിയാതെ, അതെല്ലാം ബലമില്ലാത്ത മരം. ഒരു കുഴപ്പമില്ല. അതെ, എന്താ പ്രശ്നം എന്നറിയോ? അതെ, ഞാൻ சொல்ற മുരിങ്ങയിലെല്ലാം വേണം ஞாயிற்றுக்கிழமை. കോഴിയോ മീനോ പോതും. കോഴിയോ മീനോ വാങ്ങാൻ ഒരു പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ ഇതാ ഒരു പൈറ്റിനുള്ള പൈസ ഉണ്ട്. കോഴി വേണോ അതോ മറ്റത് വേണോ?
മുറിങ്ങ മരം എങ്ക ഇருக்கு മുറിങ്ങ മരം അങ്ങ് ഇരിക്കുന്നത് ഇവിടെ വാ ഇതാ അതന്നെ ഉണ്ട് ഏലുണ്ട് ചിന്ന മരം ഇത് ബലം இருக்குது അത് മരൊക്കെ ഉണ്ട് അനി ഇതിന്റെ മുകളിൽ കയറണ്ട കോണി ഉണ്ടല്ലോ കോണി ഞാൻ കാരണോ എടുക്ക് ഞാൻ കാരണോ ஆமா இவனை ஏத்திக்கலாமே അവരൊന്നും വേണ്ട നിനക്കൊന്നും പോയി ஆமா இல துண்டு കോണി കോണി വെച്ച് சரி இந்த கோணியா சரி എടുക്കതേ நீ எடுக்கலையா എന്റെ കാലിന് സുഖമില്ല അതല്ലേ புடி ரொம்ப வெயிட்டா இருக்குது എടുത്തോ ഈ രണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ പണി நல்ல வெயிட் நல்ல മാമ கரெக்டா കേറണോ கரெக்டா കറിയോ നല്ലത് നോക്കി പൊട്ടിക്കണം കേട്ടോ நல்லது ഈ അടിയിലത്തെ വേണ്ട മുകളിലത്തെ തളിര இல்ல இலை கூட அங்கதான் இருக்குது അത് കേറിക്കോ അത് തിരിച്ചോ അത് അവിടെ പൊട്ടിക്കണ്ട മുകളിലേക്ക് ആണ്ട് മുകളിൽ കയറ് இது அங்கதான் இருக்குது இலை അതെ ഒരു സ്റ്റെപ്പും കൂടി മുകളിലേക്ക് വെക്കി കാല് எண்ணி கால் வைக்கணுமா இல்ல இது ஆடுது അത് കുഴപ്പമില്ല ഏയ് ബാലൊക്കെ ഉണ്ട് இங்கயா ഇനി അവിടേക്ക് എത്തിക്കും எங்க അവിടെ அது எத்தாது இல்ல இங்க ஒரு சின்ன கம்பு இருந்தா ஓடிச்சிருக்கும் വേണ്ട അത് മതി ഈ ഭാഗത്ത് എടുക്ക് இதா ഇടച്ചക്ക വീടുന്ന വായും പൊളിച്ച് നിൽക്കണമെന്നിട്ട് മാറ് എങ്ങനെ പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ പണിയാവും അയ്യോ ഈ ഒരു കാര്യം ചെയ്യും അമ്മ അടുത്ത് പോയിട്ട് ഒരു മുറം പിടിച്ചിട്ട് പോവാ കേട്ടോ അളിയാ അളിയാ അയ്യോ മല്ലിക മല്ലിക എന്താ മല്ലിക ഒന്നുകൂടെ വന്നേ. അയ്യോ അളിയാ 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 എന്താ കാണിച്ചത് നീ? അണ്ണാ ഏ? എന്താ ഞാൻ 100 വട്ടം പറഞ്ഞാൽ മതി ഞാൻ കയറാതിനെ പോകുന്നത് കേക്കണ്ടേ വലിഞ്ഞ് കയറിയതാണ് അയ്യോ എനിക്ക് എനിക്ക് എന്താ ഈ കാണിക്കണത് അളിയാ പോകുന്നോ ആര് കീഴെ പോകുന്നു പിടിച്ചിട്ടുണ്ടല്ലോ പിടിച്ചിട്ടുണ്ട് എണീക്ക് എണീക്കാൻ പറ്റുമോ നോക്ക് എണീക്കാൻ പറ്റുമോ നോക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അങ്ങോട്ട് ഇരുത്താം അളിയാ 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 ഇരിക്കില്ല അങ്ങനെ അച്ഛന്മാരുടെ ലേശം വെള്ളം എടുത്ത് വരാൻ പറ അളിയാ അളിയ എന്താ അളിയാ നോക്ക് 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 മുരിങ്ങയുടെ മുകളിൽ വീണതാ അണ്ണാ നോക്ക് 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 അണ്ണാ അമ്മേ വെള്ളം കൊണ്ടുപോയി അമ്മ നിങ്ങളൊരു ഫണ്ട് വിളിക്കുക ആസ്പത്രിയിൽ അല്ല നോക്കത് എന്താ ഫ്രിഡ്ജിൽ വെച്ച മാതിരി ആര് പറഞ്ഞത് വരെ ഈ മുറിയായി കയറാൻ ആർക്കാരും ഇത്ര അപ്പുറാള മുറിയാക അളിയാ 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 ദേ അളിയാ തന്ത പൊണ്ടില്ലല്ലോ അളിയാ ദേ അളിയാ അളിയാ അണ്ണാ മൂടടിച്ചു വീടാ ഇല്ലമ്മ ആ മുരിങ്ങ മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറിയതാണ് ഞാൻ 100 വട്ടം പറഞ്ഞ് വേണ്ട വേണ്ട അത് കേക്കണ്ടേ ആശുപത്രി കൊണ്ടുപോകാൻ രക്ഷയില്ല നോക്കി നിക്കണൊന്നും വേഗം കൊണ്ടോ കണ്ണു തുറക്കുന്നു എനിക്ക് വയ്യ